നമസ്കാരം. ജൂലൈയിൽ യുകെയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് 2 മാസം കഴിയുമ്പോഴേക്കും ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിന് തയ്യാറായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. ഇന്ത്യയും യുകെയും തമ്മിൽ ചുരുങ്ങിയത് 5 ലക്ഷം കോടി രൂപയുടെ കച്ചവടം നടക്കാനിരിക്കെ അതിൽ പരമാവധി സ്വന്തമാക്കണമെന്ന ആഗ്രഹം ഇരുപക്ഷത്തും വളരുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പ്രധാനമന്ത്രിമാർ തമ്മിൽ അടിക്കടിയുള്ള കൂടിക്കാഴ്ചകൾ. കഴിഞ്ഞ ഏതാനും വർഷമായി ബ്രിട്ടീഷ് വിദേശകാര്യ വ്യാപാര സെക്രട്ടറിമാർ കൂടുതൽ സമയവും ഡൽഹിയിലായിരുന്നു. ഈ തമാശയ്ക്ക് പിന്നിലും ഈ വ്യാപാര കരാറിന്റെ വലിപ്പം തന്നെയാണ് നിഴലിക്കുന്നത്. ബ്രെക്സിറ്റ് നടന്ന ബ്രിട്ടനിൽ കോവിഡിന് ശേഷം രാജ്യത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പിന് പുതിയ വ്യാപാര പങ്കാളി ആവശ്യമായ സമയത്താണ് ഇന്ത്യയുടെ കടന്നുവരവ്. അതിനാൽ തന്നെ വെറും കച്ചവട പങ്കാളിത്തം എന്നതിലുപരി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധമായി ഇത് ദീർഘനാളത്തേക്ക് നിലനിൽക്കേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ആവശ്യമാണ്. ബ്രിട്ടന് പുതിയ കച്ചവട അവസരം ലഭിക്കുമ്പോൾ ഇന്ത്യക്ക് വളരാനുള്ള കാലാവസ്ഥ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ കരാറിലൂടെ സാധിക്കുമെന്നതാണ് ചരിത്രപരമായ നേട്ടമായി മാറുന്നത്. അതിനാൽ ഇരുപക്ഷവും തമ്മിലുള്ള കൂടിക്കാഴ്ചകളും ചരിത്രപരമായി പ്രധാനപ്പെട്ടതാവുകയാണ്. അധികാരമേറ്റ 1 വർഷം പിന്നിട്ട ശേഷമാണ് കീർ സ്റ്റാർമർ ഇന്ത്യൻ യാത്രയ്ക്ക് തയ്യാറാകുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അദ്ദേഹത്തിനൊപ്പമുള്ള ഉന്നതതല സംഘത്തിൽ ആരൊക്കെയുണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഈ മാസം 8, 9 തീയതികളായി ഇന്ത്യൻ സന്ദർശനം നടത്തുന്ന അദ്ദേഹം മുംബൈയിൽ നടക്കുന്ന ചടങ്ങുകളിൽ മോദിക്കൊപ്പം വേദി പങ്കിടും. ഇക്കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 23 രാജ്യങ്ങളിലേക്കായി 29 വിദേശയാത്രകളാണ് കീർ സ്റ്റാർമർ നടത്തിയിരിക്കുന്നത്. അടുത്ത 10 വർഷത്തേക്കുള്ള വികസന റോഡ് മാപ്പ് ചർച്ച ചെയ്യുകയാണ് ഈ സന്ദർശനത്തിലെ മുഖ്യ ഇനം എന്നതിനാൽ ഇരുപക്ഷത്തിനും കൂടിക്കാഴ്ച പ്രധാനപ്പെട്ടതാണ്. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 6ാം എഡിഷനിൽ മുഖ്യ അതിഥിയായാണ് സ്റ്റാർമർ എത്തുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വേദിയിൽ ഉണ്ടാകുമെന്നത് ഈ ചടങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. ബിസിനസ്, വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും വേദി അവസരമൊരുക്കുമെന്നത് ചടങ്ങിന്റെ മാറ്റുകൂട്ടും. വ്യാപാര പങ്കാളിത്തം, കാലാവസ്ഥ, പ്രതിരോധം, ഊർജം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിലൊക്കെ വിശദമായ ചർച്ചകളും നിക്ഷേപ സാധ്യതകളും ഇരുപക്ഷത്തു നിന്നും ചർച്ചയാകും. അതേസമയം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി വ്യാപാര തീരുവ ഉയർത്തിയും വിദേശികൾക്കുള്ള ജോലിക്ക് ആവശ്യമായ H-1B വിസയ്ക്ക് കനത്ത ഫീസും ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണുരുട്ടൽ നിലനിൽക്കുമ്പോഴാണ് 2 ലോകശക്തികളായ ബ്രിട്ടന്റെയും റഷ്യയുടെയും തലവന്മാർ ഇന്ത്യയിലെത്തുന്നത് എന്നത് നയതന്ത്രപരമായി വലിയ വിജയമായി ആഘോഷിക്കപ്പെടും. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ചൈനയിലെത്തിയതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇന്ത്യയും ചൈനയും പഴയ കാലത്തേതുപോലെ പേടിപ്പിച്ചു നിർത്താനാകില്ല എന്ന് പുടിൻ പറഞ്ഞതും അമേരിക്കയുടെ തീരുമാനം ശരിയല്ല എന്ന് തെളിച്ചു പറഞ്ഞതിന് തുല്യമാണ്. ആഗോള വ്യാപാര രംഗത്ത് അമേരിക്ക കൂടുതലായി ഒറ്റപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാനാകാതെ അമേരിക്ക ഷട്ട്ഡൗൺ പ്രതിസന്ധി നേരിടുമ്പോൾ തന്നെയാണ് ഇന്ത്യ അടക്കം ഒട്ടുമിക്ക രാജ്യങ്ങളുമായി വ്യാപാര രംഗത്ത് ഏറ്റുമുട്ടൽ നടക്കുന്നതെന്നതും നിർണായകമാണ്. അമേരിക്കൻ വിപണി നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും ഒക്കെ മറ്റ് വിപണികൾ കണ്ടെത്തുമെന്ന സൂചന കൂടിയാണ് ആഗോള ശക്തികളുടെ പരസ്പര സഹകരണ ശ്രമങ്ങൾ വ്യക്തമാക്കുന്നത്.